ഓക്കെ. അല്ല നിങ്ങള് ഒരുപാട് സമയം എടുക്കാനൊന്നുമില്ല. ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. തങ്ങൾക്കിപ്പോ മങ്കടയിൽ പോവാനുണ്ട്. ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് പോവാണ് ഞങ്ങള്. അപ്പോ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. അതാണ്. ഇവരതിലേക്കൊന്നും പോകണ്ട. നിങ്ങളത് ഇനി ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മറുപടി പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. സോണിയാഗാന്ധിയോ എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇതിനകം? അതെ അല്ല, അത് ഇതിനകം ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവര് ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം ആണോ അല്ല തങ്ങൾ പ്രഖ്യാപിക്കായിരിക്കും? എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണസ്തംഭനം തുടരുകയല്ലേ ഇപ്പോൾ? ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ പീരീഡല്ലേ. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകുമോ? ഇനി ഭരിക്കാൻ പോകുന്ന UDF ആണെന്ന് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ തീരുമാനം. വേറെ എവിടെയും പോയി ഉത്തരവ് വാങ്ങൂല. ആ പേടി ഓടിക്കണ്ട. അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തീരുമാനം വൈകൂലല്ലോ. അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയം എടുക്കട്ടെ. എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളുടെ രീതി അതാണല്ലോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾ അധികാരപ്പെടുത്തി. ഇനി ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. തീരുമാനം വന്നേക്കും. PK കുഞ്ഞാലിക്കുട്ടിയാണ് സംസാരിച്ചത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വരട്ടെ. ഇപ്പോൾ തീരുമാനം വൈകുന്നതിലൊന്നും ഒരു അനിഷ്ടവും പരസ്യമായി ലീഗ് പ്രകടിപ്പിക്കുന്നില്ല. കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിക്കുന്നില്ല. എല്ലാ തീരുമാനവും എടുക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷനെ പാണക്കാട് തങ്ങളെ സാധാരണ നിലയിൽ ഉള്ളതുപോലെ ചുമതലപ്പെടുത്താനായിരുന്നു ഇന്നത്തെ നേതൃയോഗം. അദ്ദേഹമായിരിക്കും മന്ത്രിമാരുടെ ഉൾപ്പെടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.